ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ബ്രെഡ് സാധാരണ നമ്മൾ ബേക്ക് ചെയ്താണ് എടുക്കുന്നത് അല്ലേ, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മൾ ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ സാധാരണ ബേക്ക് ചെയ്തെടുക്കുന്ന ബ്രെഡിനെ പോലെ അടിച്ച് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചായക്ക് ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു കടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ കപ്പിൽ ഒരു അര കപ്പോളം ഇളം ചൂടുള്ള പാലെടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള സ്പൂൺ ടീസ്പൂൺ അളവിലുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടത്. 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് മതിയാവും. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഈസ്റ്റും ഇളം ചൂടുള്ള പാലും ഈ പഞ്ചസാരയും കൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്ക് ഈസ്റ്റ് നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ആയി കിട്ടും. ഇനി നമുക്ക് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 കോഴിമുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് മുട്ട ഇട്ട് കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള 3 കോഴിമുട്ട. ഇനി അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം 240 മെഷറിംഗ് കപ്പിൽ 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 720 വരെ മൈദ വരും. ഏകദേശം ഒരു 3/4 കിലോ മൈദയ്ക്ക് ഒരല്പം കുറവ്, അത്രയേ ഉള്ളൂ. അത് കുറേശ്ശെ ആയിട്ട് ഒരു കൈ കൊണ്ട് മൈദ ഇടുന്ന സമയത്ത് നമ്മൾ ഫോർക്ക് കൊണ്ട് അടുത്ത കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യണ്ട, കുറേശ്ശെ ആയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരല്പം കട്ടി കൂടുതലാണ്. നമുക്കൊരല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇളം ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസ്റ്റ് നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ആയി കിട്ടും. എന്നും പറഞ്ഞ് ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ. ഇത് നമുക്ക് കേക്കിനുണ്ടാക്കുന്ന ബാറ്ററിനെ കാട്ടിയും അല്പം കൂടെ കട്ടിയായിരിക്കണം. ദേ ഇതുപോലെ, ഫോർക്ക് കൊണ്ട് കാണിച്ചാൽ ശരിയാവില്ല, ഞാൻ തവി കൊണ്ട് കാണിച്ചു തരാം. ദേ ഇതുപോലെ ഈ കട്ടിക്കുള്ള ഒരു ബാറ്റർ ആയിരിക്കണം അത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതി. അല്ല നല്ല മഴ സമയമാണെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 2.5 മണിക്കൂറോളം അടച്ചു വെച്ചു, കാരണം ഇവിടെ കുറച്ച് നല്ല മഴയാണ്. ഇനി അതിനുശേഷം നമ്മൾ ഒരു ട്രേയിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഗ്രീസ് ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ നട്ട്സോ റേസിൻസോ ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും ഇടാം. ഇട്ട് കൊടുത്ത് ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കൂടെ അങ്ങനെ തന്നെ ആ പാത്രത്തിൽ വെച്ചിരുന്നിട്ട് ആവി കയറ്റി നമുക്ക് എടുക്കാം. ഒരു 30 to 35 മിനിറ്റ് വരെ ആവി കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നമ്മുടെ ബ്രെഡ് റെഡിയാവും. ഇപ്പം നമ്മൾ സ്റ്റീമറിൽ നിന്ന് വെളിയിലെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അത് ഡിമോൾഡ് ചെയ്യാം. ദേ സൂപ്പറായിട്ട് നമ്മൾ ഡിമോൾഡ് ചെയ്തല്ലോ. ഒരറ്റം പോലും പൊടിഞ്ഞു പോകാതെ ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുത്തു. നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തോന്ന് വെച്ചാൽ, നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ നേരെ പകുതി മാത്രമേ നമ്മൾ മാവ് ഒഴിക്കാവുള്ളൂ. പകുതിയിൽ കൂടുതൽ മാവ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെന്ത് നല്ല പൊങ്ങി വരുന്നത് കാരണം ഒരുപാട് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പൊങ്ങി വന്നിട്ട് മേളിലൊരു ക്രാക്ക് പോലെ വീഴും. അതുകൊണ്ടാണ് നേർ പകുതി മാത്രം പാത്രത്തിൽ മാവ് ഒഴിക്കാൻ പറഞ്ഞത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതേ നോക്കിക്കേ, നല്ല ബ്രെഡുള്ള പീസാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മൈദ വെച്ച് മാത്രമല്ല ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. മൈദയേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അത് വെച്ച് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ടേസ്റ്റ് രണ്ടിനും അല്പം ഡിഫറൻറ്റ് കാണുന്നേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡാണ്. അപ്പം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.